വാനിൽ പറക്കുന്ന കൊടികളേതാണെങ്കിലും പ്രത്യയശാസ്ത്രമേതെങ്കിലും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് വർഗീയ വിഷവിത്തുകളെ തുടച്ചു നീക്കാൻ, നഗരഹൃദയങ്ങളിൽ നിന്ന് വിഭജനത്തിന്റെ കുടില തന്ത്രങ്ങളെ കുഴിച്ചുമൂടാൻ, കാവിക്കോണകം ചുറ്റിവരുന്ന വർഗീയ കോമരങ്ങൾക്ക് മതേതര മലയാളത്തിന്റെ മനസ്സിലിടമില്ലെന്ന് കാണിച്ചു കൊടുക്കാൻ ചൂണ്ടുവിരലുകളിൽ നമുക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നീലമഷി പുരട്ടാം. മതേതര ഇന്ത്യയുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ബഹുസ്വരതയെ ഇല്ലായ്മ ചെയ്ത് ഇന്ത്യയുടെ ആത്മാവിനെ നിഗ്രഹിച്ച് കാവ്യവൽക്കരണത്തിന്റെ അശാന്ത കാലത്തിലേക്ക് തള്ളിവിടുന്ന ബി.ജെ.പി. സർക്കാരിന്റെ വർഗീയ വിദ്വേഷത്തിന്റെ 11 വർഷങ്ങൾ, കലാപത്തിന്റെ പുകച്ചുരുളുകൾ ഇന്ത്യയുടെ ആകാശത്ത് കരിനിഴൽ തീർത്ത 11 വർഷങ്ങൾ, രാജ്യത്തിന്റെ അഭിമാനം പണയം വെച്ച 11 വർഷങ്ങൾ, വിഭജനത്തിന്റെ വിഭാഗീയതയുടെ വിനാശത്തിന്റെ വിത്തുപാകിയ 11 വർഷങ്ങൾ, ജനാധിപത്യ ധ്വംസനത്തിന്റെ കാവ്യവൽക്കരണത്തിന്റെ 11 വർഷങ്ങൾ, അഴിമതിയുടെ വഞ്ചനയുടെ അനീതിയുടെ 11 വർഷങ്ങൾ, സ്വകാര്യവൽക്കരണത്തിന്റെ ഇന്ത്യയെ വിറ്റുമുടിച്ചതിന്റെ 11 വർഷങ്ങൾ, അസ്വാതന്ത്ര്യത്തിന്റെ വിത്തുപാകുന്ന അഴിമതിയുടെ കറപുരണ്ട 11 വർഷങ്ങൾ. ഓർക്കുക, തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കേന്ദ്ര സർക്കാരിന് നേരിട്ട് പ്രഹരമേൽപ്പിക്കില്ലെങ്കിലും വർഗീയതയുടെ അടിവേരിറക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ്, കവലകളിൽ നിന്നാണ്, നാട്ടുകൂട്ടങ്ങളിൽ, പീഡിക തിണ്ണകളിൽ നമുക്ക് വർഗീയതയോട് കടക്ക് പുറത്തെന്ന് പറയാം. വരാനിരിക്കുന്ന വലിയ പോരാട്ടത്തിന്റെ തുടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നും നമുക്ക് തുടങ്ങാം. നാളെയുടെ നാൾ വഴികളിൽ വരാനിരിക്കുന്ന ഒരു പുതുതലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഈ മണ്ണിനെ കാത്തുവയ്ക്കാം, ഹൃദയത്തോട് ചേർത്തുവയ്ക്കാം.